അപ്പോൾ നമുക്കിന്ന് ഇത്തിരി പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ. അതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളകുകൾ അതും കൂടെ അരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വറന്ന് വരട്ടെ കേട്ടോ. ഇതെങ്ങനെ വഴന്ന് വരണേ. അപ്പോൾ ഇങ്ങനെ വഴന്ന് വരുന്ന ടൈമിൽ നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാറ്റിയെടുത്തിട്ട് വരാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പുളിയിഞ്ചിക്ക് കേട്ടോ. ആയി. പിന്നെ നമുക്ക് അതിനകത്തേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നല്ല വാളംപുളി പിഴിഞ്ഞതാണ് ഉണ്ടേ, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി പണി ചെയ്യും. അത് തിളച്ച് വന്ന് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി അതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊന്ന് തിളച്ച് വന്നാൽ മതി. നല്ലൊന്ന് കുറുകണതിന് ഇനി അതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കും. കറുത്ത ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. ഒരു 3/4 കിലോയോളം ശർക്കരയുണ്ട് 1/4 കിലോ ഇഞ്ചിക്ക്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് കുറുകി വരുമ്പം നമുക്കിനി അതിനകത്തേക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ജീരകവും ഉലുവയും പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമുക്കിനി കായം കൂടെ ഇട്ട് കൊടുക്കാം. കായപ്പൊടിയാണ് എടുത്തിരിക്കണേ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിനി വാങ്ങിച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളി പുളിയിഞ്ചിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കണേ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ സദ്യയിൽ ഹൈലൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ സദ്യയിൽ ഹൈലൈറ്റ് പുളിയിഞ്ചി ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ഓക്കെ ബൈ.